ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ അതിന്റെ ഘടകങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാമെന്നും അതിൽ കാര്യനിർവഹണം അഥവാ എക്സിക്യൂട്ടീവ് പവർ, അതായത് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്നും, അതുപോലെ തന്നെ നിയമനിർമ്മാണ വിഭാഗം, കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗം അഥവാ യൂണിയൻ ലെജിസ്ലേച്ചർ എന്നും, അതുപോലെ നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി എന്നൊക്കെ മൂന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂന്നായിട്ട് തരംതിരിക്കാന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെ നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറിയെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര നിയമനിർമ്മാണ വിഭാഗം അഥവാ യൂണിയൻ ലെജിസ്ലേച്ചറിനെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 4-5 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്നിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം അഥവാ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കാര്യനിർവഹണം എന്ന് പറയുമ്പോൾ എന്താണ്? നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗത്തെയാണ്, അല്ലെങ്കിൽ ഭരണ നിർവഹണ വിഭാഗത്തെയാണ് നമ്മൾ കാര്യനിർവഹണ വിഭാഗം എന്ന് അറിയപ്പെടുന്നത്. അതായത് നിയമങ്ങൾ നടപ്പിലാക്കുന്നു. നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? നിയമനിർമ്മാണ വിഭാഗമാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ ഈ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കണം അല്ലെ? അപ്പൊ നടപ്പിലാക്കുന്നത് ത്രൂ ആരിലൂടെയാണ്? ഈ പറയുന്ന ഭരിക്കുന്ന ആൾക്കാരിലൂടെയാണ് ഈ പറയുന്ന നിയമങ്ങൾ നടപ്പിലാക്കപ്പെടേണ്ടത്. അപ്പൊ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നു, ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗത്തിലൂടെയാണ്. ആ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നവർ ആരൊക്കെയായിരിക്കും? ഈ പറയുന്ന ഭരിക്കുന്ന വ്യക്തികളാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അവരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി അഥവാ പ്രൈം മിനിസ്റ്റർ, അതുപോലെ കേന്ദ്ര മന്ത്രിമാര് കാണും, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ കാണും. ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഗ്രേഡിൽ നിന്ന് തുടങ്ങി അങ്ങ് IAS IPS വരെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, അവരും കൂടി ഈ പറയുന്ന കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നു. അതായത് നമുക്കറിയാം കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കണം. അപ്പൊ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെ തെരഞ്ഞെടുത്തതും അല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായിട്ടുള്ള വ്യക്തികൾ അടങ്ങുന്നതാണ് ഈ പറയുന്ന കാര്യനിർവഹണ വിഭാഗം എന്ന് അറിയപ്പെടുന്നത്. ഇനി കാര്യനിർവഹണ വിഭാഗത്തിൽ ഈ പറയുന്ന രാഷ്ട്രപതിയുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യനിർവഹണ വിഭാഗത്തിൽ പെടും. അതിനകത്ത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എന്ന് പറയുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അതായത് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സർവീസിലേക്ക് കയറുന്നവരാണ്. അപ്പൊ അങ്ങനെ കയറുന്നത് കൊണ്ട് തന്നെ അവര് ഒരു വിരമിക്കൽ പ്രായവും ഒക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുണ്ട്. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് ഒരു സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൽ, അതായത് പെർമനന്റ് എക്സിക്യൂട്ടീവിൽ വരുന്നതാണ്. അതേസമയം ഇപ്പൊ രാഷ്ട്രപതി അതുപോലെ കേന്ദ്രമന്ത്രിമാരും ഒക്കെ രാഷ്ട്രീയ കാര്യനിർവഹണത്തിൽ വരുന്നതാണ്. അതായത് അവരെ തെരഞ്ഞെടുക്കപ്പെട്ട് വിടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന രാഷ്ട്രപതിയും ബാക്കിയുള്ള കേന്ദ്രമന്ത്രിമാരും ഇപ്പൊ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിമാരും ഒക്കെ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കാര്യനിർവഹണ വിഭാഗത്തില് ഒന്നാമതായിട്ടുള്ള പ്രതിനിധിയായിട്ടുള്ള രാഷ്ട്രപതിയെ പറ്റിയിട്ട് നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാര്യനിർവഹണ വിഭാഗത്തിൽ തന്നെ രാഷ്ട്രപതിയെ പറ്റി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ? രാഷ്ട്രപതി. അപ്പൊ രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 52 ആണ്. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം, there shall be a president in India എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 52 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 52 പറയുന്നത് there shall be a president in India, അതായത് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം. ഉണ്ടാകണം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന രാഷ്ട്രപതിക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? കാര്യനിർവഹണത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. കാര്യനിർവഹണ തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ ഭരണഘടനയുടെ തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. എന്തൊക്കെയാണ്? കാര്യനിർവഹണ തലവൻ എന്നറിയപ്പെടുന്നു, പ്രഥമ പൗരൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നു, അതുപോലെ ഭരണഘടനയുടെ തലവൻ എന്നറിയപ്പെടുന്നു, എക്സിക്യൂട്ടീവ് ഹെഡ്, അതാണ് കാര്യനിർവഹണത്തിന്റെ തലവൻ. അതുപോലെ സായുധ സേനയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നു. അതായത് സായുധ സേനയുടെ, ഇന്ത്യയിലെ സായുധ സേനയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ
ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ എന്നറിയപ്പെടുന്നതും പ്രസിഡന്റ് ആണ്. അപ്പൊ എന്തൊക്കെ വിശേഷണങ്ങളാ ഉള്ളത്? കാര്യനിർവഹണത്തിന്റെ തലവൻ, അതുപോലെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നുണ്ട്, ഭരണഘടനയുടെ തലവൻ എന്നറിയപ്പെടുന്നുണ്ട്, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ അല്ലെങ്കിൽ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നുണ്ട്, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പാർലമെന്റ് അംഗമല്ലാത്ത പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകം എന്നറിയപ്പെടുന്നതും രാഷ്ട്രപതിയാണ്. അതായത് പാർലമെന്റ് സമ്മേളിക്കുക, സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുക, അതുപോലെ സംയുക്തമായിട്ടുള്ള സമ്മേളനങ്ങൾക്ക് അഭിസംബോധന നൽകുക, അതുപോലെ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, അങ്ങനെയുള്ള പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറുമുള്ള എല്ലാ ചുമതലകൾക്കും ഒരു അവിഭാജ്യ ഘടകം, അതെല്ലാം തുടങ്ങണമെങ്കിൽ രാഷ്ട്രപതി ഉണ്ടായിരിക്കണം. അത്തരത്തിലൊരു അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പക്ഷെ ഈ പറയുന്ന രാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെന്റിലെ ഡയറക്റ്റ് ഒരു അംഗമല്ല. കാരണം ലോക്സഭ, രാജ്യസഭ ഇതിൽ ഒരു സഭയിലും ഒരു പ്രത്യേക സ്വാധീനം രാഷ്ട്രപതിക്കില്ല. രാഷ്ട്രപതി ഇത് രണ്ടിലും ഉൾപ്പെടാതെ നിൽക്കുകയാണ്. പക്ഷെ രാഷ്ട്രപതിയും ഈ പറയുന്ന പാർലമെന്റും കൂടി ഉൾപ്പെട്ടാൽ മാത്രമേ നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം എന്ത് ചെയ്യത്തുള്ളൂ, പ്രവർത്തിച്ചു പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ പാർലമെന്റിന്റെ ഒരു അംഗമാണ്, അതായത് പാർലമെന്റ് അംഗമല്ല, പക്ഷെ അംഗമല്ലാതെ തന്നെ ഒരു ഘടകമാണ് ഈ പറയുന്ന രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം, രാഷ്ട്രപതിയാണ് ഈ പറയുന്ന സൈന്യത്തിന്റെ, നമ്മുടെ സായുധ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ തലവനാണ്, നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ്, അതുപോലെ എല്ലാം റിപ്പബ്ലിക്കിന്റെ തലവനാണ്. അപ്പൊ അത്തരത്തില് എല്ലാ മേഖലകളിലും തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതി ആണെങ്കിലും രാഷ്ട്രപതിക്ക് ഉള്ള അധികാരം എന്ന് പറയുന്നത് നാമമാത്രമായിട്ടുള്ള അധികാരം മാത്രമേ രാഷ്ട്രപതിക്കുള്ളൂ. ഇതിലെ എല്ലാത്തിലെയും തലവനാണെന്ന് പറയുവാണെങ്കിലും അധികാരങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ അധികാരങ്ങൾ പോകുന്നത് ആരിലേക്കാണ്? പ്രധാനമന്ത്രി, ആ മന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയിലേക്കുമാണ് മിക്കവാറുമുള്ള അധികാരങ്ങളെല്ലാം പോകുന്നത്. അധികാരങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് പ്രധാനമന്ത്രിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഈ പറയുന്ന അധികാരങ്ങൾ കൂടുതലായിട്ട് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവിലുള്ള അധികാരങ്ങൾ മാത്രമാണ് രാഷ്ട്രപതിക്കുള്ളത്. അത് ഒരു നാമമാത്രമായിട്ടുള്ള അധികാരമേ ഉള്ളൂ. നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അധികാരങ്ങൾ പേരിന് വേണ്ടി മാത്രം കുറച്ച് അധികാരങ്ങൾ കൊടുക്കുന്നേ ഉള്ളൂ. അധികാരങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന പ്രധാനമന്ത്രിയിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണെങ്കിലും അധികാരങ്ങൾ പേരിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രപതിക്ക് കൊടുത്തിരിക്കുന്നതെന്നേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പൊ പ്രസിഡന്റിന്റെ ഇലക്ഷൻ ആണ്, അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ജനങ്ങൾ നേരിട്ട് വോട്ടിട്ട് തെരഞ്ഞെടുക്കുന്നതല്ല പ്രസിഡന്റിനെ എന്ന് പറയുന്നത്. ജനങ്ങൾ നേരിട്ട് ഇലക്ഷനിൽ വോട്ടിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയല്ല രാഷ്ട്രപതിയായിട്ട് ഇരിക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയുടെ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി ആർട്ടിക്കിൾ 54 പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 54 പ്രസിഡന്റ് ഇലക്ഷനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഇലക്ഷനെ പറ്റി പറയുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ജനങ്ങൾ നേരിട്ടല്ല തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ആരാണ് പിന്നെ തെരഞ്ഞെടുക്കുന്നത്? തെരഞ്ഞെടുക്കാൻ വേണ്ടി ഈ പറയുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇലക്ട്രൽ കോളേജിനെ നിയമിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഇലക്ട്രൽ കോളേജാണ് പ്രസിഡന്റിനെ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രൽ കോളേജ് സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ്, അവർ വോട്ടിട്ടാണ് ഈ പറയുന്ന അംഗങ്ങളെ, അതായത് രാഷ്ട്രപതിയാകാനുള്ള വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത്. ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാലോ. ഇലക്ട്രൽ കോളേജ് എന്ന് പറയുമ്പോൾ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും. അപ്പോൾ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി ലോക്സഭയിലെയും അംഗങ്ങൾ കാണും, രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും. അപ്പോൾ ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും, രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. അത് മൊത്തത്തിലാണ് നമ്മൾ പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതുപോലെ തന്നെ 28 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും. സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും. അപ്പൊ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹി, പോണ്ടിച്ചേരി, അതായത് ഡൽഹി, പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ പുതുച്ചേരി,
ഈ രണ്ട് പ്രദേശങ്ങളിലെയും നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ചേരുന്നതാണ് ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. ഈ ഇലക്ടറൽ കോളേജ് അംഗങ്ങളാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഇലക്ടറൽ കോളേജ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും. അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും. നിയമസഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കാണും. അതുപോലെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹി, പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി എന്നീ നിയമസഭകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇലക്ടറൽ കോളേജിൽ ഉണ്ടായിരിക്കും. ഇനി ഈ അംഗങ്ങളാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സമ്പ്രദായം വഴി, അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സമ്പ്രദായം വഴി എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. എന്നാൽ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾക്കും പാർലമെന്റിലെ സംസ്ഥാന നിയമസഭകളിലെ, അതായത് ഡൽഹി, പുതുച്ചേരി ഉൾപ്പെടെയുള്ള സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾക്ക്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഈ പറയുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് വേറൊന്നുമല്ല, ഈ പറയുന്ന രാഷ്ട്രപതി ആകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ കാണും. ഇപ്പൊ ലോക്സഭയിലും രാജ്യസഭയിലെയും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നിയമസഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് രാഷ്ട്രപതി ആകാൻ വേണ്ടി നോമിനേറ്റ് ചെയ്ത വ്യക്തികൾ കാണും. ആ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്ക് വോട്ടവകാശം ഇല്ല. അല്ലാതെ ഈ ഇലക്ടറൽ കോളേജിലുള്ള മെമ്പേഴ്സുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബാലറ്റ് പേപ്പർ ഉണ്ട് അല്ലെ. ഈ പറയുന്ന ഇലക്ടറൽ കോളേജ് അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ബാലറ്റ് പേപ്പർ ഉണ്ട്. അപ്പം അവര് ഇലക്ഷൻ നടത്തുകയാണ്. ആ ഇലക്ഷൻ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ അല്ല. അത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് ഉള്ളൊരു പരോക്ഷമായിട്ടുള്ള ഒരു ഇലക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അത് നടക്കുമ്പോൾ ബാലറ്റ് പേപ്പർ ഉണ്ട്. ആ ബാലറ്റ് പേപ്പർ പാർലമെന്റ് അംഗങ്ങൾക്കുള്ള ബാലറ്റ് പേപ്പറിന് പച്ച കളറും അതുപോലെ നിയമസഭാ അംഗങ്ങൾക്കുള്ള ബാലറ്റ് പേപ്പറിന്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് കളറും ആയിരിക്കും. അപ്പൊ പാർലമെന്റ് അംഗങ്ങൾക്കുള്ള ബാലറ്റ് പേപ്പർ പച്ച കളറും നിയമസഭാ അംഗങ്ങൾക്കുള്ള ബാലറ്റ് പേപ്പർ എന്ന് പറയുന്നത് പിങ്ക് കളറും ആയിരിക്കും. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ അത് പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അതുപോലെ തന്നെ ഇവിടെ നോട്ട എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ല. അതായത് നോട്ട സിസ്റ്റം ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഇല്ല. ഇനി രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. രാഷ്ട്രപതി രാജിക്കത്ത് നൽകുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അതുകൂടി ആലോചിച്ച് വെച്ചിരിക്കാം. നമുക്ക് അങ്ങോട്ട് പറയാം. അപ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുൻപിലാണ് നിയമിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതി രാജിക്കത്ത് നൽകുന്നത് ഉപരാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് നൽകാനായിട്ടുള്ളത്. ഇനി രാഷ്ട്രപതിയുടെ, അതായത് പ്രസിഡന്റിന്റെ കാലാവധിയെ പറ്റി നോക്കാം. പ്രസിഡന്റിന്റെ കാലാവധിയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 56 കാലാവധിയെ പറ്റി പറയുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത്. പ്രവേശിച്ച് 5 വർഷത്തേക്കാണ് പ്രസിഡന്റിന്റെ കാലാവധി വരുന്നത്. അപ്പോൾ ഇനി പ്രസിഡന്റ് ആകുന്ന വ്യക്തിയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് ആകുന്നത് എത്ര വയസ്സുള്ള വ്യക്തികൾക്ക് വേണമെങ്കിലും പ്രസിഡന്റ് ആകാം. എത്ര വയസ്സ് വരെ വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രസിഡന്റ് ആകാം. മിനിമം എത്ര വയസ്സ് വേണമെന്നേ ഉള്ളൂ? മിനിമം 35 വയസ്സ് ആയിരിക്കണം. പ്രസിഡന്റ് ആകാൻ മിനിമം 35 വയസ്സ് ഉണ്ടായിരിക്കണം. എത്ര വയസ്സ് വരെ വേണം എന്നുള്ളവർക്കും പ്രസിഡന്റ് ആകാം. വയസ്സിന്റെ ലിമിറ്റേഷൻ ഇല്ല. അപ്പോൾ മിനിമം ലിമിറ്റേഷൻ ഉണ്ട്, അത് 35 വയസ്സായിരിക്കണം. അതിനുശേഷം അല്ലാതെ എത്ര വയസ്സ് വരെ വേണമെങ്കിലും എന്താകാം, ഈ പറയുന്ന രാഷ്ട്രപതി ആകാം. 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും എത്ര തവണ വേണമെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനും പ്രസിഡന്റ് ആകാനും പറ്റും. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞു വീണ്ടും എന്ത് ചെയ്യാം, ആ പദവിയിലേക്ക് എത്താനായിട്ട് പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഇനി പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യതയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 58 യോഗ്യതയെ പറ്റി പറയുന്നത്. അപ്പൊ പ്രസിഡന്റ് ആകാൻ നിർബന്ധമായും വേണ്ട യോഗ്യത എന്താണ് നമുക്കറിയാം, ഇന്ത്യൻ പൗരനായിരിക്കണം അല്ലെ. അപ്പൊ ഇന്ത്യൻ പൗരനായിരിക്കണം. മിനിമം 35 വയസ്സ് തികഞ്ഞിരിക്കണം. അതായത് 35 വയസ്സോ അതിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോക്സഭ അംഗമാകാനുള്ള എല്ലാ യോഗ്യതകളും എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ലോക്സഭ അംഗമാകാനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒന്നും വർക്ക് ചെയ്യുന്ന ആളായിരിക്കരുത്. അതായത് അവിടെ വർക്ക് ചെയ്ത് അവിടുത്തെ ശമ്പളം പറ്റുന്ന അല്ലെങ്കിൽ അവിടെ ഒരു പദവിയിലിരുന്ന് ശമ്പളം പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കരുത്. അതായത് വേറൊരു ശമ്പളവും പറ്റുന്ന ഒരു വ്യക്തി ആകരുത്.
നിലവിലെ പ്രസിഡന്റ് ആകരുത്, അതുപോലെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആകരുത്, അതുപോലെ സംസ്ഥാനങ്ങളിലെ ഗവർണർ ആകരുത്, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശമ്പളം വാങ്ങിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആകരുത്. അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ, അങ്ങനെയൊക്കെ ആകരുത്, അതായത് വേറൊരു ശമ്പളവും പറ്റാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ 35 വയസ്സ് തികഞ്ഞിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം, അതുപോലെ തന്നെ ലോക്സഭ അംഗമാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കും. എങ്കിലും ഇവര് ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമല്ല, പാർലമെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെയാണോ? ഈ യോഗ്യതകൾ ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ രാഷ്ട്രപതിയുടെ ശമ്പളം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. പെർ മന്ത് 5 ലക്ഷം രൂപയാണ് രാഷ്ട്രപതിയുടെ ശമ്പളം എന്ന് പറയുന്നത്. അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പെൻഷൻ എന്ന് പറയുന്നത് ശമ്പളത്തിന്റെ 50% എന്തായിട്ട് കൊടുക്കുന്നുണ്ട്? പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ 5 ലക്ഷം രൂപയാണ് പെർ മന്ത് ശമ്പളമായിട്ട് ലഭിക്കുന്നത്. അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 16 ആണ്, 60 ആണ്, ആർട്ടിക്കിൾ 60 ആണ്. പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുൻപിലാണ്. അഥവാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ മുതിർന്ന ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജിമാരുടെ മുൻപിലായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും അവരായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ സത്യപ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു കഴിഞ്ഞാൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, സത്യപ്രതിജ്ഞ ചെയ്ത് ഏൽക്കുന്നതും ആരുടെ മുൻപിലായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുൻപിലാണ് ചെയ്യുന്നത്. ഇനി അവിടെ വരുന്നൊരു കാര്യമാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടി എന്ന് പറയുന്നത് എന്താണ്? ഇംപീച്ച്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയൊക്കെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ ഇംപീച്ച്മെന്റ് നടപടി. അവരെ അവരുടെ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ് നടപടിക്രമം എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്ന് തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്നതാണ് ഇംപീച്ച്മെന്റ് നടപടി എന്ന് അറിയപ്പെടുന്നത്. ഈ പറയുന്ന രാഷ്ട്രപതിയുടെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു ഏക കാരണം എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനം നടത്തിയാൽ മാത്രമേ രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് മാത്രമാണ് ഏക കാരണം എന്ന് പറയുന്നത്. ഇപ്പൊ രാഷ്ട്രപതി എന്തെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ ലംഘനം നടത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് നടത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റിനെ എന്ത് ചെയ്യാം? ഇംപീച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു പാർലമെന്ററി നടപടിക്രമമാണ് ഈ ഇംപീച്ച്മെന്റ് നടപടി എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 61 പ്രതിപാദിക്കുന്നത്. അതായത് ഇങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് കയറി ഇംപീച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇംപീച്ച്മെന്റ് നടത്തുന്നതിന് 14 ദിവസം മുൻപ് മുൻകൂറായിട്ട് എന്ത് ചെയ്യണം? നോട്ടീസ് നൽകണം. അങ്ങനെ മുൻകൂറായിട്ട് നോട്ടീസ് നൽകണം. അതുപോലെ രാജ്യസഭയിലും ലോക്സഭയിലും ഇംപീച്ച്മെന്റിന് ആവശ്യമായിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കണം. അങ്ങനെ രാഷ്ട്രപതിക്ക് ആവശ്യമായിട്ടുള്ള പ്രമേയം രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിച്ച് അവര് ഒപ്പിട്ടാൽ മാത്രമേ പിന്നീടുള്ള ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കുമ്പോൾ ഈ പ്രമേയത്തില് രാജ്യസഭയിലെയും ലോക്സഭയിലെയും 1/4 അംഗങ്ങൾ എന്ത് ചെയ്യണം? ഒപ്പുവെക്കണം. അങ്ങനെ ഒപ്പുവെച്ച് പ്രമേയം അംഗീകരിച്ചാൽ മാത്രമേ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന നടപടിക്രമത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. 14 ദിവസം മുൻപ് ഈ പറയുന്ന ഇംപീച്ച്മെന്റ് ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നടപടിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കണം. എങ്കിൽ മാത്രമേ ഇത് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ ഇതുവരെയും ഒരു രാഷ്ട്രപതിയും ഈ പറയുന്ന ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിലൂടെ എന്ത് ചെയ്തിട്ടില്ല? നീക്കം ചെയ്തിട്ടില്ല. അപ്പൊ ഒരാളെയും നിലവില് ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിലൂടെ എന്ത് ചെയ്തിട്ടില്ല? നീക്കം ചെയ്തിട്ടില്ല എന്ന് ഓർത്ത് വച്ചേക്കാം. ഇനി അതുപോലെ തന്നെ രാഷ്ട്രപതി ആ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തി ഒരു രാഷ്ട്രപതിയെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മാക്സിമം 6 മാസം വരെ കൊണ്ടുപോവാം. അതിനുള്ളിൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്ത് 6 മാസത്തിനുള്ളിൽ ആ പദവി ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് അത് കോമ്പൻസേറ്റ് ചെയ്യണം. തെരഞ്ഞെടുപ്പ് നടത്തി ആ കാലയളവിനുള്ളിൽ പുതിയ രാഷ്ട്രപതി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്താണ് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത്? അപ്പൊ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നവരെയാണ് നമ്മൾ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഭരണഘടനാപരമായിട്ട് പ്രസിഡന്റ് പദവിയിൽ ഒഴിവ് സംഭവിക്കാൻ പാടുള്ളതല്ല. എങ്കിലും ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഒഴിവ് സംഭവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒഴിവ് സംഭവിക്കുന്ന സമയത്ത് ആ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നവരെയാണ് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് വിളിക്കുന്നത്.
സാധാരണഗതിയിൽ രാഷ്ട്രപതി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇല്ലാതെ വരികയാണെങ്കിൽ രാഷ്ട്രപതിയുടെ പദവിയിൽ ഒഴിവ് സംഭവിച്ചാലോ ആ പദവിയിൽ ആ ഒരു രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പൊ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ ഉപരാഷ്ട്രപതി ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആണ്, അപ്പൊ ഉപരാഷ്ട്രപതിയാണ്. ഇനി ഉപരാഷ്ട്രപതിയും ഇല്ല, രാഷ്ട്രപതിയും ഇല്ല, ഉപരാഷ്ട്രപതിയും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. അപ്പൊ എന്താ പറഞ്ഞത്? രാഷ്ട്രപതിയും ഇല്ല, ഉപരാഷ്ട്രപതിയും ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നത് സുപ്രീം കോടതിയിലെ ഏതെങ്കിലും സീനിയർ ജഡ്ജിമാരായിരിക്കും. അത്രയൊന്നും എത്തിയിട്ടില്ല, എങ്കിലും നമ്മൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പൊ രാഷ്ട്രപതിയുടെയോ ഉപരാഷ്ട്രപതിയുടെയോ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പൊ അത്തരത്തില് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ്. അപ്പോൾ ജസ്റ്റിസ് എം ഹിദായത്തുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രപതിയെ പറ്റിയിട്ട് നമുക്ക് ജനറൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ രാഷ്ട്രപതിയുടെ തന്നെ ചുമതലകൾ എന്നുള്ള ഭാഗമാണ്. അപ്പൊ രാഷ്ട്രപതി നമ്മൾ ജസ്റ്റ് രാഷ്ട്രപതിയുടെ അദ്ദേഹത്തിന്റെ ശമ്പളം, അദ്ദേഹത്തെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഇംപീച്ച്മെന്റ് നടപടിക്രമം, യോഗ്യത, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അതും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ക്ലാസ് ഒരു വലിയ ക്ലാസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ കാര്യങ്ങൾ കുറച്ച് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിൽ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.